പീക്കിൽ ഒരു ഇവന്റ് കഴിഞ്ഞ് മറ്റേ ഇവന്റ്, അത് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സ് ദാറ്റ് ലീഡ്സ് ടു ദ ക്ലൈമാക്സ്. അതിന് തൊട്ട് മുമ്പ് ഒരു പാട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര ഡേഞ്ചർ സ്പോട്ട്. പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം ആളുകൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും കൊണ്ടാടുകയും ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു അൺറിയൽ, ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ലിറിക്സ് കൂടെ പാടണം, ഒന്നരം കളയുന്ന അത് പാടിയിട്ട് പെട്ടെന്നൊരു സൈലൻസ് വരുന്നു, പിന്നെ തല എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും കൂടെയാണ്, എല്ലാവരും കൂടെ ചേരുകയാണ്. അവിടെ ഒരു സിങ്ക്രോണസിറ്റി നടക്കുന്നുണ്ട്. ആളുകൾക്ക് എല്ലാവർക്കും they know what is going to come next. എനിക്ക് തോന്നിയൊരു കാര്യമില്ല, ലാലേട്ടൻ്റെ ഏറ്റവും വലിയൊരു നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഹിറ്റ് തലയാണ്. തല എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ഒരു വിളയാട്ടം തന്നെ ആയിരിക്കട്ടെ ഇത്. അപ്പോൾ ടൈറ്റിൽ ആറാട്ടാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ടായിരുന്നു. ഇപ്പോൾ രജനീകാന്തിൻ്റെ സിനിമയാണെങ്കിൽ SPBയുടെ ഒരു ട്രാക്കില്ലാണ്ട് അത് പൂർണ്ണമാവില്ല. അപ്പോൾ ലാലേട്ടൻ്റെ പാട്ട് സിനിമ പൂർണ്ണമാണെങ്കിൽ MG അണ്ണൻ്റെ ശബ്ദം കൂടെ വേണം. ഒരു പോർഷൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫ്ലൂട്ട് പോർഷനിൽ നമുക്ക് നടന്നു വരുന്നൊരു പോർഷൻ, ആ ഒരു എന്താ അഴക്. പാട്ടിനിടയ്ക്ക് മണിച്ചേട്ടൻ വന്ന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് പോർഷൻ ഇത്. ഇപ്പോഴത് ഞാൻ ആ ഷോട്ട് ഞാൻ റിവ്യൂവിൽ അടിച്ച് കാണും. ബർക്ക്ലിയിൽ പഠിക്കുമ്പോൾ അവിടെ ആദ്യം പഠിപ്പിച്ച ഫസ്റ്റ് ബോർഡിൽ എഴുതിയിട്ടാണ് ഡയലോഗ് ഈസ് കിങ്, സെക്കൻഡ് കംസ് സൗണ്ട് എഫക്ട്സ്. മ്യൂസിക്ക് മൂന്നാമതുള്ളൂ. തായിരി ലൈലാകമേ പൂച്ചൂടുമോ എന്ന് പറയുമ്പോൾ അതിനൊരു there is a വിരഹം സംഭവം. ചോട്ടാ മുംബൈ, അണ്ണൻ തമ്പി, എസ്ര തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകൾക്ക് മ്യൂസിക് നൽകിയിട്ടുള്ള രാഹുൽ രാജാണ് ഇന്ന് റിപ്പോർട്ടർ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ചോട്ടാ മുംബൈയാണ് ഏറ്റവും പുതിയ വിശേഷം. പടം റിലീസ് ചെയ്ത് തിയേറ്ററിൽ വമ്പൻ ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതിൽ ചോദിക്കാനുള്ള വാസ്കോഡ ഗാമ എന്ന സോങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആ തിയേറ്റേഴ്സിൽ നിന്നുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ എനിക്കൊന്ന് രാഹുൽ കണ്ടു കാണും. ആൾക്കാർ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതും സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ആ സോങ്ങിൻ്റെ എൻ്റെ ഏറ്റവും ഏർലി മെമ്മറി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾ കസിൻസൊക്കെ വീട്ടിൽ ഒത്തുകൂടുമ്പോൾ ഈ പാട്ട് ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന ഒരു മെമ്മറി എനിക്കുണ്ട്. അതുപോലെ പഴയ കീപാഡ് ഫോണിൽ ഈ ബ്ലൂടൂത്ത് വഴി സെൻഡ് ചെയ്ത് വാങ്ങി ഈ പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നൊരു മെമ്മറി ഉണ്ട് എനിക്ക്. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ പാട്ട് എത്രത്തോളം സ്പെഷ്യലാണ്? ഈ പാട്ടിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പിന്നിലെ കഥ? ഇത് അൾട്രാ സ്പെഷ്യലാണ് ഫോർ മീ. കാരണം എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഒരു ഡാൻസ് സോങ്, ഡാൻസ് നമ്പർ. പക്ഷെ ഡാൻസ് നമ്പർ ആണെങ്കിലും ഇതിൽ ഏറ്റവും വലിയ ആ ഒരു അപകടം ഉണ്ടായിരുന്നത് ക്ലൈമാക്സിനോട് അടുത്ത പാട്ടാണ്. ഏറ്റവും പീക്കാണ്. അപ്പോൾ ശരിക്കും ഡയറക്ടർ അൻവർ റഷീദിന് ഏറ്റവും റിസ്ക് എലിമെൻ്റ് ഉണ്ട് എന്ന് എന്നോട് കൺവേ ചെയ്ത പാട്ട് ഇതാണ്. എടാ, ഇത് സിനിമ തീരാറാവുമ്പോഴാണ്, ക്ലൈമാക്സിനും തൊട്ട് മുമ്പുള്ള പാട്ടാണ്. ഇവിടെ വി ഹാവ് നോ കോംപ്രമൈസ്. ഈ പാട്ട് എങ്ങനെയും അടിക്കണം, ഈ പാട്ട് എങ്ങനെയും ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാകണം. ഇഷ്ടം വന്നാൽ മാത്രമേ ആളുകൾ അതിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ പടം ഡൗൺ ആയി പോകും. അത്രയും നേരം പീക്കിൽ ഒരു ഇവന്റ് കഴിഞ്ഞ് മറ്റേ ഇവന്റ്, അത് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സ് ദാറ്റ് ലീഡ്സ് ടു ദ ക്ലൈമാക്സ്. അതിന് തൊട്ട് മുമ്പ് ഒരു പാട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര ഡേഞ്ചർ സ്പോട്ട്. ഇവൻ തിരക്കഥാകൃത്ത് ബെന്നിപ്പി നായരമ്പലം എന്നോട് പറഞ്ഞത്, മോനെ എടാ, ഇതാണ് റിസ്ക് എലിമെന്റ്, ഈ ഏരിയയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഇപ്പം ആ പാട്ടാണ് ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം, സന്തോഷമാണ്. ഈ പാട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു ഹൈ പോയിന്റ്, അങ്ങനെ കൃത്യം ഹൈ പോയിന്റ് ഇട്ടാണ് ആ പാട്ട് സിലിം താളത്തിൽ. അപ്പൊ ഈ പോയിന്റിലൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഹൈ ആവുന്നുണ്ട്. കോമ്പോസിഷൻ ഒക്കെ എങ്ങനെയായിരുന്നു ഇത്? എപ്പോഴും ഈ ഒരു എനിക്ക് തോന്നുന്നു എപ്പോഴും സോങ്ങിന്റെ സ്ട്രക്ചർ ഓൾവേസ് മാറ്റേഴ്സ്. നമുക്ക് എപ്പോഴും ഒരേപോലെ പോയാൽ എങ്ങനെയാ, പെട്ടെന്നൊരു ഏറ്റക്കുറച്ചില്, പിന്നൊരു ഹൈ, പിന്നൊരു ആ ഒരു ഡൈനാമിക്സ് ആണ്. നമ്മൾ ചില ഈ ഡാൻസ് ക്രൗഡുകൾ കണ്ടിട്ടില്ലേ, DJ പാർട്ടീസ് ഒക്കെ നോക്കുമ്പോൾ ഡാൻസ് ക്രൗഡുകൾ അവർ ഒരു ഹൈ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ലോ കൊടുക്കും. ആ ലോ കൊടുക്കുമ്പോൾ പീപ്പിൾ നോ ദാറ്റ് സംതിങ് ഹൈ ഈസ് ഗോയിങ് ടു കം. അപ്പോൾ ആ ഹൈനെ അവർ കുറച്ച് ഡിലേ ചെയ്യും, ആ ടീസ് ചെയ്യും, എന്നിട്ട് ആ ഹൈ കൊടുക്കുമ്പോൾ ദ ക്രൗഡ് വിൽ ഗോ എക്സ്റ്ററ്റിക്. ആ ഒരു സാധനം. അപ്പോൾ ആ ഒരു രീതി നമ്മൾ ഈ പടത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ട്രാക്കിലും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാസ്കോഡ ഗാമയിലാണെങ്കിൽ പോലും വാസ്കോഡ ഗാമ ഈസ് ഓൾസോ സ്റ്റോറി ടെല്ലിങ്. അതിനിടയിൽ ഇൻസിഡൻസ്, സിനിമയിലെ കഥാ പരിസരം നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് വരുമ്പോൾ പോലും അത് ഒത്തിരി ഡീവിയേറ്റ് ചെയ്ത് പോവാതെ ബട്ട് സ്റ്റിൽ മെയിൻറ്റെയിൻ ദ ഫ്ലേവർ ഓഫ് ദ സോങ് ആൻഡ് സ്റ്റിൽ ബി സീരിയസ് ആൻഡ് ദെൻ കം ബാക്ക്. ആ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം. പക്ഷെ എന്തായാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ പാട്ടൊരു ലാർജർ ദാൻ ലൈഫ് ആയിരിക്കണം. ഒരു വലിയ ക്യാൻവാസ് നമുക്ക് തോന്നുക. അത്രയും ആളുകൾ സ്ക്രീനിൽ ഉണ്ടാവും, ക്രൗഡ് ഉണ്ടാവും.
ബഹളം ഉണ്ടാകും, ഫൈറ്റ് ഉണ്ടാവും, ഒരു വലിയൊരു ജനബാഹുല്യം ആ ഒരു സ്ക്രീനിലുണ്ടാവും എൻറ്റയർ സോങ്ങിൽ. അപ്പോൾ അത് ആ പാട്ടിൽ ആ ഒരു വലിപ്പം നമുക്ക് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ സിനിമ ഒരുപാട് തവണ ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് തിയേറ്ററിൽ കാണുന്ന ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. ആണ്. പല പുതിയ കാര്യങ്ങളും ചിലപ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ അത്തരത്തിൽ നോട്ട് ചെയ്ത് നമ്മൾ മുമ്പ് കോമഡിക്ക് ചിരിക്കാറുണ്ട്, ഇപ്പൊ പാട്ടുകളൊക്കെ നോട്ടീസ് ചെയ്യാറുണ്ട്. ഇതിലെ BGM ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇപ്പോൾ തിയേറ്ററിൽ കണ്ട സമയത്താണ്. ഇതിൽ ഒരു വെസ്റ്റേൺ അല്ലെങ്കിൽ റോക്ക് എലമെന്റ് ഒക്കെ രാഹുൽ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് തോന്നി. അതിന്റെ BGM എങ്ങനെയായിരുന്നു? അതിന്റെ BGM അത് നമ്മളുടെ ആ ഒരു എനർജി, മാക്സിമം എനർജി സിനിമയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു സീരിയസ് സീക്വൻസസ് വരുമ്പോഴും കോമിക് സീക്വൻസ് ആണെങ്കിൽ പോലും ഓരോ ടീമും മെമ്മറബിൾ ആക്കാനുള്ള രീതി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇഫ് ദർ ഇസ് എ തോട്ട് പ്രോസസ് ബിഹൈൻഡ് ഇറ്റ്, അതിന് പിന്നിലൊരു തോട്ട് ഉണ്ടെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ അതിൻ്റെ ഐഡിയ ചകഞ്ഞെടുക്കും. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഇറ്റ് മെൻറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാമ്പ് ചാക്കോ, അതിൽ നമ്മൾ വിളയാട് പാമ്പേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോക്ക് പണ്ട് അതൊക്കെ എൻ്റെ ഓർമ്മയിൽ ഞാൻ പണ്ട് ഈ സ്കൂൾ ഡാൻസ് മറ്റേ ഗ്രൂപ്പ് ഡാൻസിലൊക്കെ മറ്റേ തത്തമ്മേനെയും പിടിച്ചൊക്കെ ഡാൻസ് കളിക്കുന്ന പരിപാടിയില്ലേ, ഒരു കൂടൊക്കെ പിടിച്ചിട്ട് അതിൽ ഈ വിളയാട് പാമ്പയൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ യൂസ് ചെയ്യുന്നു. അത് മനസ്സിലുണ്ട്. ഒരു പാമ്പായിട്ട് സർപ്പം കണ്ടന്റായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ പാമ്പ് ചാക്കോ എന്ന് പറഞ്ഞത് എന്നാൽ പാമ്പാണ്. അപ്പോൾ പുള്ളീനെ ഡെപ്പിക്റ്റ് ചെയ്യാൻ നമുക്ക് അങ്ങനെ ഒരു രീതി ഉപയോഗിച്ച രസമായിരിക്കും. നമ്മൾ ആക്ച്വലി വി വർ ഹാവിങ് ഫൺ. നമുക്ക് ഫൺ ഉണ്ടാവുകയാണെങ്കിൽ ആ ഫൺ ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകന് കിട്ടുന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതിൽ ഭയങ്കര കൂലങ്കുശമായിട്ട് ഭീകരമായിട്ട് അതിൽ ഭയങ്കര പണിയെടുത്താലും ചിലപ്പോൾ ഇഫ് വി ആർ നോട്ട് ഹാവിങ് ഫൺ, ആ ഫൺ കേൾക്കുന്നവർക്ക് കിട്ടണമെന്നില്ല, നിർബന്ധമില്ല. അപ്പോൾ അതുപോലെ തന്നെ തലയെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് വിജയരാഘവന്റെ കഥാപാത്രം സിദ്ദീഖിനെ കുറിച്ച് എവിടെയാടാ തല എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു റാപ്പ് വരുന്നുണ്ട്. ആ റാപ്പ് ഫോർ എക്സാമ്പിൾ ആ തലയുടെ നടുക്കുള്ളൊരു അർജുൻ ശശിയാണ് അത് റാപ്പ് ചെയ്തിരിക്കുന്നത്. തലയുടെ നടുക്കുള്ള റാപ്പ് ഉണ്ടല്ലോ തല സോങ്ങില്, ആ റാപ്പ് നമ്മൾ സ്പീഡ് കൂട്ടി ഇവിടെ ടെമ്പോ മാറ്റി ഈ ടെമ്പോയിലേക്ക് ഈ ഒരു സീനിന് എങ്ങനെ സ്യൂട്ട് ചെയ്യും അങ്ങനെ യൂസ് ചെയ്തതാണ്. പക്ഷെ അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല അത് എന്താന്ന്, കാരണം ഭയങ്കര സ്പീഡിലാണ്. ഇപ്പൊ ഈ 18 വർഷങ്ങൾക്ക് ശേഷം സിനിമ വരുന്നു. ഇന്ന് ഇതിലെ പാട്ടുകളായാലും ഓരോ സീനുകളായാലും ആൾക്കാർക്ക് പരിചിതമാണ്. ബട്ട് സ്റ്റിൽ ദേ ആർ സെലിബ്രേറ്റിംഗ്. അന്ന് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട് ഇറങ്ങുന്ന ഒരു മൊമെന്റും ഇന്നിപ്പോൾ ആൾക്കാരുടെ കൂടെ ഇന്ന് റിലീസ് കാണുന്ന മൊമെന്റ്, ഇതെങ്ങനെയാണ് ഈ രണ്ട് മൊമെന്റിനെ രാഹുൽ നോക്കി കാണുന്നത്? ഇതിപ്പോൾ ഇന്ന് ഞാനൊരു ജസ്റ്റ് ബിഫോർ കമ്മിങ് ഹിയർ ഞാൻ അൻവറായിട്ട് സംസാരിക്കണ്ടേ, ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അൻവർ പറഞ്ഞു എൻ്റെ മകന് 18 വയസ്സ്, ചോട്ടാ മുംബൈക്ക് 18 വയസ്സ്, അച്ഛൻ പോയിട്ട് 18 വയസ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കരിയറിനും 18 വയസ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫുൾ സർക്കിൾ. അപ്പോൾ ആ ഒരു ജേണിയുടെ ഒരു കൾമിനേഷനായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു ഇന്റർവെല്ലിന് ശേഷമുള്ള ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ പോകുന്നു. ലിറ്ററലി ദാറ്റ് ഇസ് വാട്ട് വി ഫീൽ. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഇത് ആദ്യം കണ്ടപ്പോൾ 2007 കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷകളുണ്ട്, എന്നാൽ പോലും പേടിയുണ്ട്. ഭയമല്ല, പേടി. ലൈക്ക് വി ഡോണ്ട് നോ ഹൗ ഓഡിയൻസ് എങ്ങനെ എടുക്കും നമുക്കറിയാത്തതിൻ്റെ ഒരു സംഭവമുണ്ട്. ഇത് ഒരു പേടിയാണ്. ഇതെങ്ങനെ ദൈവമേ പണിയാവോ, ഓക്കെ ആവോ, ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോൾ ഓരോ ചിരിക്കാനുള്ള സീൻ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വരുമ്പോൾ നമ്മളിങ്ങനെ ആളുകളെ നോക്കുകയാണ്, ആളുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷെ അന്നും തീർച്ചയായും അത് റെസ്പോൺസ് നല്ല പോസിറ്റീവ് തന്നെ ആയിരുന്നു. എന്നാലും ഇന്ന് ഈ 18 വർഷങ്ങൾക്കിപ്പുറം ആളുകൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും കൊണ്ടാടുകയും ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു അൺറിയൽ, ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത്തവണ നമ്മൾ കാണുമ്പോൾ കൂടുതലും ജസ്റ്റ് സീ ഹൗ പീപ്പിൾ ആർ എൻജോയിങ് ഇറ്റ്. നമ്മുടെ എന്നോ ചെയ്തൊരു ഹാർഡ് വർക്ക് അതൊരു, പക്ഷേ അതിൻ്റെ ഒരു റിയൽ ഒരു ഡ്യൂ, അതിന് കിട്ടേണ്ട ഒരു അർഹമായിട്ടുള്ളൊരു ഓഡിയൻസിനെ ഇപ്പോൾ കിട്ടിയ പോലെ ഫീൽ ചെയ്യാണ്. അന്ന് ഈ പാട്ടിനൊക്കെ ഉള്ള റെസ്പോൺസ് എങ്ങനെ? അന്ന് ഇതുപോലെ ഈ വാസ്കോഡ ഗാമ സോങ്ങിനെ പറ്റി ഒരുപാട് അല്ല, പാട്ടുകൾക്ക് പോസിറ്റീവ് റിവ്യൂ ഉണ്ടായിരുന്നു. അതേസമയം നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അത് ഭയങ്കര മോഡേണൈസ് ആയിപ്പോയി, അത്രയൊന്നും വേണ്ട, അല്ലെങ്കിൽ മറ്റേ തമിഴ് പാട്ടുകൾ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ചില ഒരു കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് എവ്രിബഡി ഹാസ് പെർസ്പെക്റ്റീവ്സ്. അപ്പം അത് ആ പെർസ്പെക്റ്റീവ് എന്ന് മാത്രമേ നമ്മളും കാണുന്നുള്ളൂ. കാരണം നമ്മൾക്ക് ചെയ്തതിൽ നമ്മൾ ഭയങ്കര സംതൃപ്തരായിരുന്നു. ഡയറക്ടർ ആണെങ്കിലും നമ്മളുടെ എൻ്റയർ ക്രൂ ആണെങ്കിലും വി വർ വെരി ഹാപ്പി. ലിറിക്സ് എഴുതിയ ശരത്ചന്ദ്രൻ വയലാറ്, അതുപോലെ പൂനില മഴ എഴുതിയ സന്തോഷ് ശർമ്മ, ഇവരൊന്നും മറക്കാൻ പാടില്ല. അതിൽ പാട്ടിൽ പാടിയ ആളുകളെല്ലാവരും, എവ്രിബഡി വർ വെരി സ്റ്റോക്ഡ് അബൌട്ട് ദിസ് ആൽബം. കാരണം ഇതൊരു ട്രെൻഡ് സെറ്റിംഗ് ആണ്, എല്ലാം കൂടെ ഒരുമിച്ച് വന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ വിമർശനങ്ങൾ പല രീതിയിലുണ്ടായിരുന്നു, എന്നാൽ പോലും നമുക്കത് ഓക്കെ ആയിരുന്നു. കാരണം വി വർ ഹാപ്പി. ഇപ്പോൾ ഈ ഇതിലെ തല സോങ് ഒരു എന്താണ്, ഒരു പെർഫെക്റ്റ് അടിച്ചുപൊളി പാട്ട്. അതിന്റെ ഇടയ്ക്കൊരു നമ്പരം കളയുന്ന ഒരു ഡ്രോപ്പ് വരുന്നു, വീണ്ടും കൃത്യം ഞാൻ നേരത്തെ പറഞ്ഞൊരു
ആ ഒരു ലോ ഹൈ അത്തരത്തിലാണ് ആ ഒരു ട്രാക്ക് പോകുന്നത്. ഇപ്പൊ ഞാൻ റിലീസ് കാണുന്ന സമയത്ത് പോലും ഇപ്പം ഇത്തരത്തിലൊരു ചിലപ്പോൾ ഒരു ലോ വരുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഒന്ന് ഡാൻസ് കളിച്ചോണ്ട് ഒന്ന് പിൻവാങ്ങും. പക്ഷെ ബട്ട് സ്റ്റിൽ ആൾക്കാർ ആ ലിറിക്സ് കൂടെ പാടണം, കളയുന്ന അത് പാടിയിട്ട് പെട്ടെന്നൊരു സൈലൻസ് വരുന്നു, പിന്നെ തല എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേരുകയാണ്. അവിടെ ഒരു സിൻക്രോണസിറ്റി നടക്കുന്നുണ്ട്. ആളുകൾക്ക് എല്ലാവർക്കും they know what is going to come next. ആ ഒരു വാട്ട് ഈസ് കമ്മിങ് നെക്സ്റ്റിനെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അത് അതിനുവേണ്ടി മാത്രം പിള്ളേർ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുപോലെ തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്കും കുറേ പിള്ളേർ, പയ്യന്മാരും പെൺപിള്ളേരും യൂത്തും ഒക്കെ കയറുന്ന കാണുമ്പോൾ ഇത് ഏതോ ക്ലബിലോട്ടുമല്ലോ ഏതോ ഒരു പബ്ബിലേക്ക് ഒരു ഡാൻസ് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു വൈബിലാണ്. നന്നായിട്ട് അതിന് പറ്റിയ ഡ്രസ്സൊക്കെ ഇട്ട് വേറൊരു വൈബിലാണ് പിള്ളേർ പോകണം. അപ്പം അതൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ണിന്ന് വെള്ളമാണ് വരിക. അത്ര സന്തോഷമാണ്. ഈ പാട്ടിന് എങ്ങനെയാണ്, ഈ തല പാട്ടിന്റെ ഒരു കോമ്പോസിഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? തല ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് എപ്പോഴും ഒരു സോങ് സ്ട്രക്ചറിന് എപ്പോഴും ഒരു ടീസിങ് ഉണ്ടെങ്കിൽ ഒരു നമുക്ക് കേൾക്കുന്നത് എപ്പോഴും ഒരേ. നമ്മളിപ്പോൾ സീരീസുകൾ കാണില്ലേ, സീരിയൽസ് കാണില്ലേ, എന്തിനാണ് എപ്പിസോഡ് പഞ്ച് കൊടുക്കുന്നത്? എന്നാൽ മാത്രമേ അടുത്തതിലേക്കുള്ളൊരു ഒരു വെയിറ്റിംഗ് ഫോർ ഇറ്റ് ടു കം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ആ ചേഞ്ചസ്, ഡൈനാമിക്സ് അല്ലെങ്കിൽ ഒരേപോലെ പോവുകയാണെങ്കിൽ അത് ഓൾറെഡി നമുക്ക് എനർജി കിട്ടി, ഇനി അതിൽ നിന്നൊന്നും മാറാനില്ല, അപ്പോൾ നമ്മൾ അവിടെ തന്നെ കിടക്കും. പക്ഷെ നമ്മൾ അതിൽ നിന്നൊരു ചെറിയൊരു സ്പേസ് കൊടുക്കുമ്പോഴാണ് പിന്നീട് അതിന് വീണ്ടും ഒരു അപ്രൈസിങ് ഉണ്ടാവുക. അപ്പോൾ അതൊരു സോങ് സ്ട്രക്ചറാണ്. പിന്നെ ഓഫ് കോഴ്സ് അത് ആ ബ്രീഫിൽ ഉണ്ടായപ്പോഴാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോലും വന്നത്, ആ തോട്ടിലേക്ക് പോലും വന്നത്. ബ്രീഫ് ഉണ്ടായിരുന്നു. ബ്രീഫ് അങ്ങനെ വേണമെന്നല്ല, ഒരു ഇമോഷണൽ ഏരിയ ഉണ്ട്. തല എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് സിസ്റ്റേഴ്സ് ഉണ്ട്, അമ്മ മരിച്ചുപോയി, അച്ഛനോടുള്ള ഭയങ്കര സ്നേഹം, കുടുംബത്തിനോടുള്ള സ്നേഹം, അതേസമയം കൂട്ടുകാരെ വിടാൻ പറ്റില്ല, അവന്മാരോടായി ഇപ്പോൾ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പാട്ടിൽ കിട്ടണം. വാട്ട് എവർ ദിസ് ഗൈ ഈസ് ഓൾ അബൌട്ട് അങ്ങേരെ മൊത്തമായിട്ട് എൻകോമ്പസ് ചെയ്യുന്നൊരു പാട്ടായിരിക്കും. അപ്പോൾ ഇമോഷൻ കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറഞ്ഞു അൻവർ ഇതൊരു ഡ്രം ആൻഡ് ബേസ് ട്രാക്കാണ്. ഡ്രം ആൻഡ് ബേസ് എന്ന് പറഞ്ഞൊരു ജോണറിലുള്ളൊരു പാട്ടാണ്, തലയുടെ ബേസിക് ഋതം. അപ്പോൾ ആ ഒരു ജോണറിൽ നമുക്ക് പെട്ടെന്നൊരു ഡ്രോപ്പ് അങ്ങനെ ഒരു വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പഞ്ച് പോകും. ഇതൊന്നും എനിക്കറിയില്ല, ഇതാണ് നിന്റെ ചലഞ്ച്, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട്, അതെങ്ങനെ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ വെൻ സംബഡി ഈസ് പുട്ടിങ് എ ചലഞ്ച് ടു യു, അവിടെയാണ് നമ്മൾ ആ ചലഞ്ചിനെ ഫേസ് ചെയ്തിട്ട് യു ഹാവ് ടു കം അപ്പ് വിത്ത് സംതിങ് ന്യൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാൾ വെറുതെ മച്ചാനെ ഒരു ലവ് സോങ് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് നമ്പർ ഉണ്ടാക്കുമോ എന്ന് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം ബ്രീഫ് ഇസ് ബ്യൂട്ടിഫുൾ. കാരണം ഇപ്പം രാഹുൽ എന്നോടൊരു കാര്യം പറയാം, ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാമോ, അല്ലെങ്കിൽ ഒരു കാര്യം ഒരു തീം ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു 4-5 ഓപ്ഷൻസ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന തോട്ടുകളിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഞാൻ 1-2 ഓപ്ഷൻസ് ചിലപ്പോൾ നിങ്ങളോട് പറയും. പക്ഷെ നിങ്ങൾ എന്നോട് കുറച്ചും കൂടെ സ്പെസിഫിക് ആവുകയാണ്. ഇവിടെ നമുക്കൊരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വള്ളത്തിൽ പോകുന്നൊരു സംഭവമുണ്ട്, അങ്ങനെ ഒരു കാര്യം ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് എൻ്റെ ഒരു 3.5 മിനിറ്റ് ആയിട്ട് 3-ാമത്തെ മിനിറ്റിൽ ചിലപ്പോൾ കുറച്ച് മോഹിനിയാട്ടം കാണിക്കും. അപ്പോൾ ഐ എം ഗെറ്റിംഗ് മോർ സ്പെസിഫിക് ഡീറ്റെയിൽസ്, ഒരു സ്പെസിഫിക് ആവുകയാണ് കൂടുതൽ. നമ്മൾ പരത്തി പറയുന്നതിനേക്കാളും കൂടുതൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ആ സ്പെസിഫിസിറ്റിയിലോട്ട് നമുക്ക് കൂടുതൽ നമ്മുടെ ആ മ്യൂസിക്കിനെ നമുക്ക് ജെല്ല് ചെയ്യിക്കാനൊക്കെ പറ്റും. അപ്പം തന്നെ നമ്മൾ ചിന്തിച്ച 3-4 ഓപ്ഷനിന്നൊക്കെ മാറി വേറെ എന്തൊക്കെയോ വേറൊരു പുതിയ കാര്യത്തിലെത്തി. ഇപ്പോൾ രാഹുലിന്റെ മറ്റു പാട്ടുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ തല കണക്ഷൻ വരുന്ന എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഉള്ള പാട്ടാണ് ആറാട്ടിലെ തലയുടെ വിളയാട്ടം എന്ന് പറയുന്ന പാട്ട്. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ MG ശ്രീകുമാർ, ഫെജോ, 2 ജനറേഷനിലുള്ള 2 ആൾക്കാർ, 2 സ്ഥലത്ത് നിന്നൊക്കെ കൊണ്ടുവരുന്നു. ഒരു മോഹൻലാൽ പടത്തിന് ഈ പാട്ട് വരുന്നു, MG ശ്രീകുമാർ മോഹൻലാൽ കോംബോ നമുക്കറിയാം എത്ര സ്പെഷ്യൽ ആണ്, ആ കോംബോയിൽ ഒരു പാട്ട് വരുന്നു. ഈ വാസ്കോഡ ഗാമയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതേ ലെവലിൽ തന്നെ അല്ലെങ്കിൽ അതിന് മേലെ സെലിബ്രേറ്റ് ചെയ്യേണ്ടിയുള്ള ഒരു പാട്ടാണ് തലയുടെ വിളയാട്ടം. സ്റ്റിൽ തീർച്ചയായും ഫാൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ കുറച്ചുകൂടി ആ പാട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ആ പാട്ടിലേക്ക് വരുന്നത്? അതൊരു എക്സാക്ട്ലി ഐ റിഫ്ലക്ട് യുവർ ഫീലിങ്സ്. എനിക്കും അത് തന്നെ തോന്നുന്നത്. കാരണം ഒരു തലയുടെ വിളയാട്ട് വരുന്നത് ഇപ്പം ഞാൻ കരിയറിലേക്ക് കയറി ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും, 16 വർഷം. അപ്പോൾ നമ്മളുടെ അത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും എല്ലാം അതിൽ മ്യൂസിക്കൽ പ്രൊഡക്ഷനിലാണെങ്കിലും അത്രയും വ്യത്യാസങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചോളം കുറേ കൂടെ ഒരു ബാലൻസ്ഡ് മ്യൂസിക് പ്രൊഡക്ഷൻ ഔട്ട്പുട്ടൊക്കെ തലയുടെ വിളയാട്ടിലാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ നമ്മൾ ആ ഉണ്ണി സാറായിട്ട് മീറ്റിങ്ങിൽ ആ പാട്ടിൻ്റെ കമ്പോസിങ്ങിന് വേണ്ടി ഇരിക്കും, ഉണ്ണികൃഷ്ണൻ സാറാണല്ലോ ഡയറക്ടർ, ഇരിക്കുമ്പോൾ പോലും നമ്മൾ ലാലേട്ടൻ്റെ എനിക്ക് തോന്നിയൊരു കാര്യം, ലാലേട്ടൻ്റെ ഏറ്റവും വലിയൊരു നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഹിറ്റ് തലയാണ്. അപ്പൊ തല എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ഒരു വിളയാട്ടം തന്നെ ആയിരിക്കട്ടെ ഇത്. അപ്പോൾ ടൈറ്റിൽ ആറാട്ടാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ടായിരുന്നു. അപ്പോൾ ആ ഒരു പണ്ട് നമ്മൾ തിരുവിളയാടൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഈ മുരുകന്റെ ഒരു സംഭവം തിരുവിളയാടൽ എന്ന് കേട്ടിട്ടില്ലേ?
അപ്പം ഞാനിങ്ങനെ തല തിരുവിളയാട്ടം എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ തല തിരുവിളയാട്ടം പാടാൻ ഇച്ചിരി ടഫാണ്. അപ്പോൾ ഉണ്ണി സാർ പറഞ്ഞു അത് പക്ഷെ സംഭവം കിടുവാണ്, പക്ഷെ അതിലെന്തോ ഒരു ഓപ്ഷൻ കൂടെ വന്നാൽ ചിലപ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ തലയുടെ വിളയാട്ട് അപ്പോൾ ഓക്കെ. അത് അത്തരം ഐഡിയാസ് നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡമ്മി എന്നൊക്കെയുള്ള രീതിയിൽ തോട്ട് പ്രോസസ്സുകൾ വരും. എന്നിട്ട് നമ്മൾ ഒരു ലിറിസിസ്റ്റിലേക്ക് ബൗൺസ് ചെയ്യുമ്പോഴാണ് അവരുടെ കയ്യിൽ നിന്ന് വേറെ കാര്യങ്ങൾ വരിക. അപ്പോൾ ഇമീഡിയറ്റ്ലി നമുക്ക് തോന്നി അത് നമുക്കൊരു എൻറ്റയർ ഒരു റാപ്പ് പരിപാടി പിടിക്കാം. എന്നിട്ടാണ് ഫെജോനെ അതിലേക്ക് കൊണ്ടുവരികയും ഫെജോ ഓഫ് കോഴ്സ് ഈസ് എ മാസ്റ്റർ വിത്ത് റൈറ്റിംഗ് വെരി വെരി ക്വർക്കി ലിറിക്സ്. അപ്പോൾ ഫെജോ വന്നിട്ട് കിടിലൻ പരിപാടിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എഴുതി അതെല്ലാം സെറ്റ് ചെയ്ത്, പക്ഷെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് എവിടെയോ ഒരു പൂർണ്ണമായിട്ടില്ല, ഒരു പൂർണ്ണകുംഭം കൂടെ വെക്കാനുണ്ട്. നമ്മളിത് ഫുൾ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് എന്തോ ഒരു കാര്യം കൂടെ ഫിക്സ് ചെയ്താലേ ഇത് തീരുള്ളൂ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തോന്നിയത് ഇപ്പം രജനീകാന്തിൻ്റെ സിനിമയാണെങ്കിൽ SPBയുടെ ഒരു ട്രാക്ക് ഇല്ലാണ്ട് അത് പൂർണ്ണമാവില്ല. അപ്പോൾ ലാലേട്ടൻ്റെ പാട്ട് സിനിമ പൂർണ്ണമാണെങ്കിൽ MG അണ്ണൻ്റെ ശബ്ദം കൂടെ വേണം. അങ്ങനെയാണ്. പക്ഷെ ഇത് എങ്ങനെ കൊണ്ടുവരും? ഈ പറഞ്ഞാൽ ഉണ്ണി സാർ അതൊന്നും എനിക്കറിയില്ല, കൊണ്ടുവന്നോ. നമ്മൾ ഡിസ്കഷൻസ് ഒക്കെ അങ്ങനെ പോയത്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പോൾ അങ്ങനെ ആ നെറ്റിപ്പട്ടം പരിപാടി. അപ്പോൾ അത് എഴുതാൻ അവന് ഹരി വരുന്നു. അപ്പോൾ അത് വേറൊരു സാധനം നമുക്കത് കിട്ടണം. അപ്പോൾ ഫെജോന്റെ ലിറിക്സ് കൾച്ചർ അല്ലാണ്ട് വേറൊരു സാധനം കിട്ടണം. പുതിയല്ല ഇതിന് മുമ്പുണ്ടായിരുന്ന വേറൊരു സ്റ്റൈലിസ്റ്റിക് പാറ്റേൺ അത് വരണം. അങ്ങനെയാണ് ഹരി വന്നിട്ട് നെറ്റിപ്പട്ടം ആ ഒരു തലയിനെ ലാലേട്ടന്റെ ക്യാരക്ടറിനെ ഒരു ആനയോട് ഉപമിച്ച് അത്തരം ഒരു സംഭവം കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ കൊണ്ടുവന്നു. എനിക്കിതിലെ ലിറിക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. ചെങ്കോൽ എന്തിന് രാജ കിരീട ചുറ്റുമുണ്ട് കോടി പ്രജ. ലിറിക്സിൽ തന്നെ എനർജി ലെവല് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഈ വാസ്കോ ഡ ഗാമയുടെ കാര്യം പറഞ്ഞില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ തലയുടെ വിളയാട്ട് വീണ്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടും. എനിക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. അതിന് അതിനൊരു വേറൊരു ഓഡിയൻസിനെ കൂടെ കിട്ടും എന്നുള്ളത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഈ തഗ് ലൈഫിൽ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് ചിന്മയുടെയും ദീയുടെയും 2 വേർഷൻ ഇറങ്ങി. പല ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിന്മയുടെ വേർഷൻ. ലൈവ് വേർഷൻ വന്നപ്പോൾ അതെ വാവ്, ഇതിന് ഇങ്ങനെ ഒരു രീതിയിൽ പാടാമായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി. അപ്പൊ ഈ പറഞ്ഞ ഒരു പാട്ട് ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു സിംഗേഴ്സ് അതിനെ എൻഹാൻസ് ചെയ്യുന്ന രീതി തന്നെ ഇപ്പൊ ഒരു എക്സാമ്പിളോടെ നമുക്ക് മനസ്സിലാവും. തീർച്ചയായും രാഹുൽ പറഞ്ഞ പോലെ ഇപ്പൊ MG ശ്രീകുമാർ ഈ പാട്ടിലേക്ക് വന്നപ്പോ ആ പാട്ട് വേറെ ലെവലിലേക്ക് ലെവല് വന്നു എന്നുള്ളത്. അതെ. അപ്പൊ ഈ എങ്ങനെയാണ് രാഹുൽ രാജ് ഈ ചോയ്സ് ഓഫ് സിംഗേഴ്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? രാഹുലിന്റെ ഞാൻ ആദ്യം സെലക്ട് ചെയ്യില്ല. നമ്മൾ പാട്ടുണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഓഫ് കോഴ്സ് സംവിധായകനൊരു വിഷൻ ഉണ്ടാവും, ഇതെങ്ങനെ വരണം എന്നുള്ളത്. നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഏത് ശബ്ദമാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ എന്നുള്ളൊരു തോട്ടിലേക്ക് പോവുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോഹിനൂർ, ഹേമന്തം എൻ്റെ മനസ്സിൽ 80s ദാസാറ്, 80s മഴവില്ലിൻ അതിർത്തേടി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആ ഒരു ടോണില്ലേ, ആ പടവും ഒരു പീരീഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആ ഒരു ടോണായിരുന്നു എൻ്റെ മനസ്സിലുള്ള ശബ്ദം. പക്ഷെ അപ്പം അത് കിട്ടാൻ ഏറ്റവും നല്ലൊരു സോഴ്സ് ദാസാറ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വിജയ്. അപ്പം ഞാൻ വിജയിനോട് പറഞ്ഞ സാധനം, എടാ എനിക്ക് വേണ്ടത് 80s നിന്റെ അച്ഛൻ്റെ ശബ്ദമാണ്, എനിക്കതാ മതി. ഈസി ആയിട്ട് ഇറ്റ് ഈസ് എ ഗിവൺ ഫോർ യു, ഇറ്റ് ഈസ് ഗോഡ് ഗിവൺ ഫോർ യു, അത് തന്നാൽ മതി. അപ്പോൾ ദാറ്റ് വാസ് എ കേക്ക് വാക്ക് ഫോർ വിജയ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിജയുടെ കരിയറിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരു 2-3 പാട്ട് എടുത്തുള്ള അതായിരിക്കും തോന്നുന്നു. ഇപ്പൊ എനിക്ക് അതുപോലെ മെൻഷൻ ചെയ്യാനുള്ള ഇപ്പോൾ ചേകവർ എന്ന് പറഞ്ഞ പടത്തിൽ ഇന്ദ്രത്തിനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് ടൈറ്റിൽ സോങ്. അതെ. അതും പിന്നെ ബാച്ചലർ പാർട്ടിയിൽ വിജയന സുരഭി ആ പാട്ട് രമ്യ കൊണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു സെലക്ഷൻ ഇവര് പാടിയാൽ ഇതിനൊരു പ്രത്യേക ഒരു ചാം വരുമെന്നുള്ള ഒരു അത് തീർച്ചയായും. അത് ഒന്നാമത്തെ കാര്യം, അവർ അഭിനയിക്കുന്നുണ്ട്. അതിൽ അഭിനയിക്കുന്ന ആള് തന്നെ അത് ചെയ്യുമ്പോൾ അതിന് അവർക്ക് പാടാനുള്ള കഴിവും കൂടെ ഉണ്ടെങ്കിൽ, ഞാനത് എപ്പോഴും അങ്ങനെ ഓപ്റ്റ് ചെയ്യാറില്ല. ചില സിറ്റുവേഷൻസിൽ അത് നമുക്ക് ഇത് ഓക്കെയാണ് എന്ന് തോന്നുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഒരു ഇൻപുട്ടും എനർജി ലെവലും കുറേ കൂടെ അതിൽ വരും. ഇപ്പം രമ്യ ഫോർ എക്സാമ്പിൾ ഷീ ടുക്ക് I think 4 or 5 days to sing it. 5 days പറഞ്ഞാൽ എൻറ്റയർ 24 മണിക്കൂർ എന്നല്ല, ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറിൻ്റെ ഒരു സെഷൻ. ഒരു 4 ദിവസമായപ്പോൾ രമ്യ എൻ്റെ അടുത്ത് പറഞ്ഞു, രാഹുലേ ഇത് നടക്കുമോ? ഞാൻ പറഞ്ഞു ഇത് ഓക്കെയാണ്, ഇപ്പൊ പഠിച്ചിട്ടുണ്ട്, നാളെ ശരിയാവും. 5ാമത്തെ ദിവസം ഓക്കെ. അപ്പൊ ഇപ്പോഴും അത് അമല് പറയും, അത് 5 ദിവസം ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടാണ് ആ പാട്ട് പാടിയത്. ബട്ട് ദാറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. നമ്മളപ്പോൾ അല്ലാണ്ടൊരു സിംഗർ വന്ന് പാടുന്നതിനേക്കാളും കൂടുതൽ ആ ടെക്സ്ചർ ആ പാട്ടിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അത് ആ ഒരു കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും. ശരിക്കും ഒരു സിംഗറിന്റെ വോയിസ് ഇസ് എ വെഹിക്കിൾ ഫോർ എ സോങ് ടു ട്രാവൽ ടു ദ ലിസണേഴ്സ് ഹാർട്ട്സ് അല്ലേ?
ഇപ്പോൾ രാഹുലിൻ്റെ മറ്റേ അടിച്ചുപൊളി പാട്ടുകൾ മാറ്റി നിർത്തിയ കഴിഞ്ഞ് ഒരു ലോഡ് മെലഡി സോങ്സ് രാഹുലിൻ്റെ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് സോങ്സിനെ കുറിച്ച് ചോദിക്കണമെന്നുണ്ട്. തീർച്ചയായും. ഇതിൽ ടൈം എന്ന് പറയുന്ന സിനിമയിലെ ഒരു രാപ്പു പുല്ലുപായൽ എന്ന് പറഞ്ഞ സോങ് അത് ഇന്ന് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യും. രാഹുൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് അതിൻ്റെ ലിസണേഴ്സിലേക്ക് എത്തി, ഇന്ന് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അത് ഈ പറഞ്ഞ ഒരു ലവ്, ഒരു ചെറിയൊരു ലസ്റ്റ്, അതിൻ്റെ ഒരു ഫ്ലേവർ ഉള്ള ഒരു സോങ് ആണ്. മധു ബാലകൃഷ്ണൻ പാടുന്നത്, ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. ആ ഒരു ഭയങ്കര ഫീല് നൽകുന്ന ഒരു പാട്ടാണ്. അതെങ്ങനെയാണ് ആ പാട്ടിന്റെ ഒരു ഞാൻ എപ്പോഴും ചെയ്യുന്നത്, നമുക്ക് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സോങ് വന്നാൽ നമ്മൾ അതിനൊരു ബ്രീഫ് ക്രിയേറ്റ് ചെയ്യും. ഒരു വൺ ലൈനർ. സിമ്പിൾ വിജന സുരഭിയിൽ എടുക്കുകയാണെങ്കിൽ ബ്രിട്നി സ്പിയേഴ്സ് മീറ്റ്സ് കഥകളി, അതായിരുന്നു ബ്രീഫ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ആ ബ്രീഫിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്താൽ നമ്മുടെ ഉത്തരം, നമുക്ക് എന്ത് രീതിയിലാണ് ആ പാട്ട് ക്രാക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കിട്ടും. അപ്പോൾ എനിക്ക് ടൈമിൽ ആ പാട്ട് എൻ്റെ മനസ്സിൽ ഒരു കാമസൂത്ര വൈബർ, ഒരു കാമസൂത്ര മൂവിയില്ലേ, അതിലൊക്കെ ഒരു എത്നിക്, ഒരു ലവ് മേക്കിംഗ്, ഒരു സർട്ടൻ ലെവൽ ഓഫ് എസ്തെറ്റിക് ഉള്ളൊരു രീതി ഉണ്ടല്ലോ. ഇറ്റ്സ് നോട്ട് എസെൻഷ്യലി ലസ്റ്റ്, മോർ ഇൻ ടു ദ സെൻഷ്വസ് സോൺ. അതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം അതിന് ശരിക്കും ഒരു രാഗ ബേസ്ഡ് അപ്രോച്ച് കൊടുത്താൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആകും. അതിന് കൂടെ ബീറ്റും ഒരു ഹിപ്പ് ഹോപ്പ് റിതം ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വേറൊരു അപ്രോച്ച് കിട്ടും എന്നുള്ള, അങ്ങനെയാണ് ആ ഒരു തോട്ടിലേക്ക് തന്നെ പോയത്. പിന്നെ അത് ഓഫ് കോഴ്സ് ഗിരീഷ് ഏട്ടൻ്റെ അമേസിങ്. ഞങ്ങൾ കാരേക്കുടിയിലിരുന്നാണ് ആ ലിറിക്സ് എഴുതിയത്. കാരേക്കുടി ഇസ് ലൈക്ക് ഒരു അറിയാലോ, കാരേക്കുടി പഴയ ചെട്ടിയാർ ബിൽഡിങ്സിൻ്റെ ഒക്കെ ഒരു മേഖലയാണ്. അവിടെ ആയിരുന്നു ഷൂട്ട് നടന്നിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഷൂട്ടിൻ്റെ അവിടെ പോയി, അവിടെ ഇരുന്നിട്ടാണ് ആ ലിറിക്സ് എഴുതിയത്. ശരിക്കും പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ ഇരുന്ന് എഴുതിയതിൻ്റെ എല്ലാ ബ്യൂട്ടിയും ആ ലിറിക്സിലുണ്ട്. മായാ ബസാറിലെ സോങ്, മൂക്കടെ ആ മിഴിയിൽ മാൻമിഴിയിൽ എന്ന സോങ്, ഇതും ഈ പറഞ്ഞ പോലെ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇതിലെ ഓരോ പോർഷൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഫ്ലൂട്ട് പോർഷനിൽ നമുക്ക് നടന്നു വരുന്ന ഒരു പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. പാട്ടിന്റെ മറ്റു പോർഷൻസ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇതിൽ പാട്ടിനിടയ്ക്ക് മണിച്ചേട്ടൻ വന്ന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് പോർഷൻ ഇത്. ഇപ്പോഴത് ഞാൻ ആ ഷോട്ട് ഞാൻ റിവ്യൂവിൻ്റെ അടിച്ച് കാണും. കാരണം അത് എഡിറ്റും കൂടെയാണ് കേട്ടോ. ദാറ്റ് എഡിറ്റ് അതാ വന്നത് ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. അത് ഇപ്പൊ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മണിച്ചേട്ടൻ വരുന്നത് ഒന്നും കൂടെ കട്ട് ചെയ്ത് ഒന്നും കൂടെ അത് കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ നെഞ്ചിൽ എവിടെയോ ആ നോട്ടവും ചിരിയും ഒന്നും പോയി കെട്ടിപ്പിടിക്കാൻ തോന്നില്ല. സോ ബ്യൂട്ടിഫുൾ. അത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കൂടെയാണ് ആളുകൾക്ക് അതിനോടൊരു ഇഷ്ടം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിലെ മറ്റു പാട്ടുകൾ ജില്ല് ജില്ല് അത് രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ഫൈറ്റ് കളിക്കുന്നു. ഇതിനൊക്കെ കിട്ടിയൊരു ബ്രീഫ് എന്തായിരുന്നു ഈ രണ്ട് പാട്ടിന്? ഇത് മെയിൻലി രണ്ട് പെണ്ണുങ്ങൾ വഴക്കുണ്ടാക്കണം. പാട്ട് ദൈവം ഞാൻ ഇത് എങ്ങനെ വഴക്കുണ്ടാക്കിപ്പിക്കും, അപ്പോഴാണ് ഇത് എങ്ങനെ പിടിക്കണം ഈ പാട്ട്. അപ്പോൾ ഒരു പെണ്ണ് അതിൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ മോഡേൺ കോസ്റ്റ്യൂംസ് ആണ്, മറ്റേ ഫീമെയിൽ ക്യാരക്ടറാണ് ആക്ച്വലി മമ്മൂക്കയുടെ നായിക. അപ്പോൾ ഇവർ രണ്ടുപേരും, അപ്പോൾ മറ്റേ പെണ്ണ് വരുന്നു, ആ പെണ്ണോട് ഈ കുട്ടിക്ക് ജലസി വരുന്നു. ഇതാണ് പാട്ടിൻ്റെ ഒരു പരിപാടി. അപ്പോൾ ഇതിലെങ്ങനെ ചെയ്യും? അപ്പോൾ അങ്ങനെയാണ്, അതാണ് അതിൻ്റെ ഒരു സ്പെസിഫിക് ബ്രീഫ്. അപ്പോൾ മറ്റേ പെൺകുട്ടിക്ക് കുറച്ചൊരു വെസ്റ്റേൺ ഫ്ലേവർ ഉള്ള സിംഗിങ് കൊടുക്കാം. ഉടനെ സയനോരനെ വിളിക്കുന്നു. അപ്പൊ സയനോരയാണ് ഇംഗ്ലീഷ് പാട്ടുകളുടെ ഉസ്താദ്. പിന്നീടാണല്ലോ സയനോര ഗസലിലോട്ടും ഒക്കെ പോയത്, അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ സ്റ്റൈൽസിലോട്ട് പോയത് പിന്നീടാണ്. പക്ഷെ ആ സമയത്ത് സയനോര ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഒരു ഉത്തരവുള്ളൂ, സയനോരയാണ്. അപ്പോൾ മറ്റേത് ഒരു ഈസ്റ്റേൺ ഫ്ലേവറുള്ള കുറച്ച് രാഗ അപ്രോച്ചൊക്കെയുള്ള, അത് സിസിലി. അന്ന് എനിക്കൊന്ന് ക്ലാസ്മേറ്റ്സിലെ പാട്ടുകളൊക്കെ പാടി ഹിറ്റായി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു സിസിലി. സിസിലിയാണ് ആ പാട്ട് ആ ഏരിയ വന്ന് പാടിയത്. പിന്നെ മെയിൽ വോയിസ് ആ സമയത്ത് വിനീത് മോസ്റ്റ് ബസ്സിങ് മെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരു കിടിലൻ, അതായത് വിനീത് എന്ത് പാടിയാലും ഹിറ്റ് അടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഒബ്വിയസ് ചോയ്സ് ആയിരുന്നു വിനീത് വന്ന് പാടുക എന്നുള്ളത്. അപ്പോൾ അതങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതിലൊരു തോട്ടുണ്ട്. രണ്ടുപേരും അടി ഉണ്ടാക്കുമ്പോൾ ഓഫ് കോഴ്സ് ഒരാളുടെ വെസ്റ്റേൺ സ്റ്റൈൽ സിംഗിങ് വരുമ്പോൾ തന്നെ ആളുകൾക്ക് പ്രേക്ഷകനത് കിട്ടും. ഇവിടെ വേറൊരു സാധനമാണ്, ഇത് വേറൊരു സാധനമാണ്, ഇതിനിടയ്ക്ക് ഒരാണ് പെട്ട് കിടപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ആ പാട്ടിൽ തന്നെ ഒരു കഥ ഉണ്ടാക്കി ഞാൻ ടുവേർഡ്സ് എൻഡ് ഓഫ് ദ സോങ്, അതിപ്പോ അതൊന്നും റീൽസിലേക്ക് വന്നിട്ടില്ല, അത് ഇനിയും എപ്പോഴെങ്കിലും വരുമായിരിക്കും. ഒരു സ്വരം പാടലും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു വഴക്കും ഒക്കെ ഉണ്ട്. എന്നിട്ട് പോയി എൻഡ് ചെയ്യുകയാണ്, ഒരു കൾമിനേഷൻ, പാട്ടടിച്ച് നിർത്തുന്നു. ഇപ്പൊ ഈ വിനീത് ശ്രീനിവാസന്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് മുമ്പ് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്ന അണ്ണൻ തമ്പിലാണെന്ന് തോന്നുന്നു, കൺമണി. ആ പാട്ട് നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പടത്തിന്റെ ഒരു മെയിൻ പോർഷനിലാണ് ഈ പാട്ട് വരുന്നത്. വിനീതിന്റെ ശബ്ദം ഈ പറയുന്ന ആ പാട്ടിലൊരു വാത്സല്യം, ഹസ്കി ശബ്ദം, കുറച്ച് വാത്സല്യം, ഒരു ആക്ച്വലി വിനീതിന് അന്ന് കോൾഡ് എന്തോ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹി വാസ് നോട്ട് വെൽ, അത്ര ഓക്കെ ആയിരുന്നില്ല. എന്നാലും അതിനുശേഷം ഹി വാസ് ബിസി ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക്
എന്നെ സംബന്ധിച്ചോളം നമുക്ക് ആ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വേറെ എന്താണ് അതിൽ ബുദ്ധിമുട്ട്, ഇതൊന്നും വിഷയമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ലെറ്റ്സ് ട്രൈ എന്ന് പറഞ്ഞു. പക്ഷെ അത് പാടിയപ്പോൾ അത് നമുക്ക് വേണ്ട രീതിയിൽ തന്നെ കിട്ടി എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ആളുകൾ വീണ്ടും ഒരു റിസർജൻസ് ഉണ്ടായി എന്നുള്ളതാണ്. എനിക്ക് അതിലെ പാട്ടിന്റെ പോർഷൻ ആ പോർഷൻ വരുന്നുണ്ടല്ലോ, അതാണ് ആദ്യം കമ്പോസ് ചെയ്ത ആ പാട്ടിൽ. ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു വാത്സല്യം, ഒരു കുട്ടിയുടെ ഒരു സംഭവമുണ്ട്, അതിനൊരു നമുക്ക് ഭയങ്കര ഹാർട്ട് മെൽട്ട് ആവണം, അതാണ് പരിപാടി, വേറെ ഒന്നും എനിക്കറിയില്ല. ഇതാണ് ഇതിൻ്റെ ഈ അൻവറിൻ്റെ പരിപാടി. ചലഞ്ചസ് ഇടും, നല്ല കറക്റ്റ് സ്പെസിഫിക് ബ്രീഫുകളും തരും. അപ്പോൾ ഈ ലാലി എന്നുള്ളൊരു ആ ട്യൂണാണ് ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ ചേച്ചി പെങ്ങളുണ്ട്. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, എടാ നീ ഒരു കുട്ടിയല്ലേ, കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ അതിന് കൃഷ്ണൻ എന്നുള്ള കൺസെപ്റ്റ് ഒരു ബാലഗോപാലൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തിങ്ക് ചെയ്തിട്ട് ബിഗിനിങ്ങിൽ ഒരു ചെറിയൊരു സാൻസ്ക്രിറ്റ് വേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഈശ്വര പരമഹം അത് പുള്ളിക്കാരി എഴുതി തന്നത്. സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു കോറസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ശരത്തേട്ടൻ വന്നത് കംപ്ലീറ്റ്. ശരത്തേട്ടനാണോ സന്തോഷ് ചേട്ടനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ശരത്തേട്ടനാണെന്ന് തോന്നുന്നു, സർ വയലാർ. അത് ഈ പറഞ്ഞാൽ ഇപ്പോഴാണ് അതിനൊരു BGM കമ്പോസ് ചെയ്യുന്ന കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും പല സിനിമ മലയാളത്തിലും തമിഴിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ BGMs സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നവയുണ്ട്, അതേസമയം ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നവയുണ്ട്. ഇപ്പോൾ BGM ലൗഡായി പോയി, അല്ലെങ്കിൽ ഈ സീനിൽ ഇത്രയും BGM വേണ്ടായിരുന്നത് വളരെ ഡിസ്റ്റർബിങ് ആണെന്ന് പറയുന്ന അത്തരത്തിൽ കമന്റ്സുകൾ വരുന്നുണ്ട് പലപ്പോഴും ഒക്കെ. രാഹുൽ ഒരു BGM കമ്പോസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു മീറ്റർ പിടിക്കുന്നത് എങ്ങനെയാണ്? ഈ പോയിന്റിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ സൈലൻസ് കുറച്ചുകൂടെ മുന്നിലേക്ക് പോട്ടെ, നമുക്കിവിടെ BGM വേണ്ട, ഇതിൽ ഇത്ര മതി, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? അത് മെയിൻലി വാട്ട് ഹാപ്പൻസ് ഓൺ ദ സ്ക്രീൻ. ഇപ്പൊ കഥാപാത്രങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അതിൽ പെർക്കസീവ് എലിമെന്റ്സ് കുറയ്ക്കും. റിതമിക് ആയിട്ടുള്ള ഹിറ്റ്, ഭയങ്കര ബഹളമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അത് കുറച്ചിട്ട് അണ്ടറിലോട്ട് പോകും, അതിൻ്റെ താഴേക്ക് പോകും. കാരണം റിയൽ ലൈഫിൽ ഇപ്പം നമ്മൾ സംസാരിക്കുന്നു, ഈ ശബ്ദം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെ എവിടെയോ മഴയുടെ ഒരു ശബ്ദം ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്, അല്ലെങ്കിൽ ഒരു AC-യുടെ ഹമ്മിങ് ഉണ്ടാവും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സംഭവിക്കുന്ന നമ്മുടെ മനസ്സിലാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ വി ആർ സ്റ്റിൽ ടോക്കിംഗ്, നമ്മൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ വെൻ ക്യാരക്ടേഴ്സ് ടോക്ക്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ, ഇപ്പോൾ ഈ ചോട്ടാ മുംബൈ ക്ലൈമാക്സ് ഫൈറ്റ് എടുത്താൽ അച്ഛനെ കെട്ടിയിടാൻ നോക്കിയവൻ അവനെ മലത്തിയടിക്കണമെന്ന് പറയുന്നിടത്ത് മ്യൂസിക് ഇല്ല. നീ കാണുവാണെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ ആ പോസ് കഴിഞ്ഞിട്ട് ടൻ 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 അവിടെയാണ് ആ ഹൈ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഹൈ വരുന്ന പോയിന്റ് പോലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സോങ് സ്ട്രക്ചർ തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, ഗിവിങ് എ ടൈം ഫോർ ദ ഓഡിയൻസ് ടു തിങ്ക് ആൻഡ് ദെൻ ബ്ലാസ്റ്റിംഗ് ഇറ്റ് ഔട്ട് ഓൺ ദിയർ ഫേസ്, ആ ഒരു കാര്യം വർക്കാവും എപ്പോഴും. അപ്പോൾ അത് സ്കോർ ചെയ്യുമ്പോൾ ഇപ്പോൾ അത് ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ പറയാം, ഡയലോഗ് ഇസ് കിങ്. ഞാൻ ബർക്ക്ലിയിൽ പഠിക്കുമ്പോൾ അവിടെ ആദ്യം പഠിപ്പിച്ച ഫസ്റ്റ് ബോർഡിൽ എഴുതിയിട്ടാണ് ഡയലോഗ് ഇസ് കിങ്, സെക്കൻഡ് കംസ് സൗണ്ട് എഫക്ട്സ്, നെക്സ്റ്റ് ഇസ് യു. മ്യൂസിക് മൂന്നാമതുള്ളൂ. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവരൊക്കെ ഇപ്പം തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിക്കോ എന്നുള്ള ഒരു ആദ്യത്തെ പാഠം. അപ്പം ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. ഇപ്പോൾ എനിക്ക് ഇനി എൻ്റെ പേഴ്സണൽ 2 ഫേവറേറ്റ് സോങ്സിനെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ഒന്ന് ഈ ലണ്ടൻ ബ്രിഡ്ജിലെ കണ്ണാടി വാതിൽ എന്ന് പറയുന്ന സോങ്, ഒരു പക്ക മെലഡി വൈബിൽ പോയിട്ട് അവിടെ ഒരു ഹൈ കയറുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തത് ഈ പറഞ്ഞ എസ്രയിലെ ലൈലാഗമേ എന്ന് പറയുന്ന പാട്ട്, അത് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, ഒരിക്കലും അണ്ടർ റേറ്റഡ് ഞാൻ പറയില്ല, കാരണം ഒരു ഭയങ്കര രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സോങ് ആണ്. അതിൽ ഈ കണ്ണാടി വാതിൽ എന്ന് പറയുന്ന സോങ്ങും കൂടെ ചേർത്ത് വയ്ക്കാനുള്ള ആ ചിന്നി ചിന്നി എന്ന് പറയുന്ന സോങ്, ആൻഡ്രിയും പൃഥ്വിരാജും ആ ഒരു സോങ്ങും, ഈ 2 സോങ് അതിന്റെ പിന്നിലെ കഥ. അത് അനിൽ സി മേനോനായിരുന്നു ഡയറക്ടർ. നമ്മളത് കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ആസ്വദിച്ച്, ഭയങ്കര വിവർ ഇൻ ദ സോൺ. അവൻ കമ്പോസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പാടുമ്പോൾ ചേട്ടൻ ഇങ്ങനെ അയ്യോ അമ്മേ എന്ത് രസം അങ്ങനെ വൈബിലിരുന്നാണ് നമ്മളത് കമ്പോസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അത് ആദ്യം കമ്പോസ് ചെയ്തപ്പോഴത്തേക്കും സ്ക്രിപ്റ്റ് റൈറ്റർ ജിനു എബ്രഹാം ആയിരുന്നു. ജിനു ആക്ച്വലി അന്ന് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജിനു പക്ഷെ രാത്രി കേട്ടു. ജിനു ആ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഗ്രാൻഡ് ഹോട്ടലിലോ വേറെ എവിടെയായിരുന്നു, ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഈ കോൾഡ് മീ, ചേട്ടാ പാട്ട് കേട്ടു, ഞാൻ എങ്ങോട്ടോ ഡ്രൈവ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പാട്ട് അടിപൊളി എന്ന് പറയാനായിരിക്കും. എനിക്ക് ആ പാട്ട് ഇഷ്ടമായില്ല. ഞാൻ പെട്ടെന്നൊന്ന് ഷോക്കായി. എന്ത് പറ്റി ജിനു? എനിക്കത് ഓക്കെ ആയിട്ടില്ല, നമുക്കത് വേറെ പിടിക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഡയറക്ടർ വാസ് എക്സ്റ്ററ്റിക്, പ്രൊഡ്യൂസർ സ്വർഗത്തിലെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു ഗിവ് മി എ വാലിഡ് റീസൺ വൈ ദിസ് ഇസ് നോട്ട് വർക്കിംഗ് ഫോർ യു എന്ന് പറഞ്ഞു. അത് പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്കതെന്തോ വർക്കായില്ല. പക്ഷെ അപ്പം ഞങ്ങൾ തമ്മിലൊരു നമ്മൾ അവിടെ ഒരു ക്ലാഷ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആശയപരമായിട്ട് ഞാൻ പറഞ്ഞു ഐ എം നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് വാട്ട് യു ആർ സേയിങ് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു.
പക്ഷെ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ദാറ്റ് നമ്മളത് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വർക്കായി സംഭവം. പക്ഷെ അത് എപ്പോഴും നമ്മളെ പേഴ്സ്പെക്റ്റീവ് ശരിയാണോന്നും ഇല്ല, നമ്മൾ ജഡ്ജ്മെന്റ് ശരിയാണ്. പക്ഷെ നമ്മൾ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മുടെ ജഡ്ജ്മെന്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ ഹു ഇസ് ഗോയിങ് ടു വിഷ്വലൈസ് ഇറ്റ്, അനിൽ സി മേനോൻ ചേട്ടൻ വാസ് ലൈക്ക് എക്സ്റ്ററ്റിക്കൽ അബൌട്ട് ദാറ്റ് സോങ്. പക്ഷെ അത് പ്രേക്ഷകരും അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോഴും ആ പാട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ ചില പാട്ടുകളുണ്ട് ആ സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇത് വർക്കായിട്ടില്ല, ഇത് ഓക്കെ അല്ല എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, എന്നാലും അങ്ങനെയുള്ള ഇൻസ്റ്റൻസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് വർക്കാകുമ്പോൾ കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ, അപ്പോൾ സോറി മച്ചാനെ, അത് ഞാൻ വിചാരിച്ചത് വേറെ രീതിയിലായിപ്പോയി, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. അപ്പം നമ്മളെപ്പോഴും ആസ് എ മ്യൂസിഷ്യൻ നമ്മൾ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് എല്ലാ ദിവസവും നമ്മൾ മ്യൂസിക്കിൽ അതിൻ്റെ അകത്ത് മുഴുകി റിസർച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ എല്ലാ മ്യൂസിഷ്യൻസും അതെ. അപ്പം നമ്മൾക്ക് മ്യൂസിക്കലി എന്ത് വർക്കാവും എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ബട്ട് വാട്ട് വി ഹാവ് ടു ഡു ഇസ് നമ്മളത് ഡയറക്ടറിൻ്റെ വിഷനായിട്ട് അവർക്കത് ഓക്കെയാണ്. ഇവരാണല്ലോ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ വിഷ്വലൈസ് ചെയ്യേണ്ട ആൾക്ക് ബോറടിക്കാൻ പാടില്ല. ഞാൻ ചിലപ്പോൾ പറയും, നമുക്കിപ്പോൾ ഒരു ലോങ്ങർ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 6 മാസത്തെ പ്രീ പ്രൊഡക്ഷനൊക്കെ ഉള്ള ചില സിനിമകൾ വരും, വിച്ച് ടേക്സ് എ ലോങ് ടൈം ഫോർ ദ ഷൂട്ട് ടു സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ പറയും, നമുക്ക് ഇപ്പോൾ കമ്പോസ് ചെയ്യണ്ട, നമുക്ക് പടം ഷൂട്ടിന് ഒരു മാസം മുമ്പ് തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ നമുക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വി വിൽ ഓൾ ഫോൾ ഔട്ട് ഓഫ് ഇറ്റ്. നമുക്ക് ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ അത് ബോറടിക്കും. ബോറടിച്ചാൽ ഡസൻ മീൻ ദാറ്റ് പ്രേക്ഷകർ കേട്ടിട്ടില്ല കേട്ടോ. പ്രേക്ഷകർക്ക് സ്റ്റിൽ ഇറ്റ് വിൽ ബി എ ഫ്രഷ് നമ്മളുടെ പരിപാടിയിൽ വാട്ട് ദ ഡയറക്ടർ ഇസ് ഗോയിങ് ടു ഡു. അവർക്ക് ചിലപ്പോൾ അവർ ചെയ്യാൻ പോണ കാര്യങ്ങളിൽ ആ ഒരു സ്പാർക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും അവരോട് പറയുന്നത്, പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് പരിപാടി തുടങ്ങാം. 6 മാസം നിങ്ങൾ എന്ത് വേണം ചെയ്തോ, നമുക്ക് ഷൂട്ട് ജൂണിലാണ്, നമുക്ക് മെയിൽ കമ്പോസ് ചെയ്യാന്ന് പറയും. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് പോവാം. ഇപ്പൊ ഇസ്രായേൽ നോക്കിയ ലൈലാകം എന്ന പാട്ട്, ആ പടം ഒരു ഹൊറർ ഫിലിമാണ്. അതിൽ ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പാട്ടാണ്, റൊമാൻറ്റിക് പോർഷനിൽ വരുന്ന തുടക്കത്തിൽ വരുന്ന ഒരു പാട്ടാണ്. അപ്പൊ ഇത് പ്രേക്ഷകരെ ഹുക്ക് ചെയ്യുമ്പോൾ കാണാം. ഒരു ഹൊറർ സിനിമ കാണാനാണ് പ്രേക്ഷകർ വന്നിരിക്കുന്നത്. അവരെ ഇത് ഒരു ഔട്ട് ഓഫ് പ്ലേസ് ആവാതെ തോന്നുകയും വേണം. അതെങ്ങനെയായിരുന്നു? അതൊരു 10 മിനിറ്റിൽ വന്നു പോകുന്ന ഒരു ബ്ലോക്കാണ്. അത് കഴിഞ്ഞാൽ സിനിമ വേറെയാണ്, റൂട്ടിലേക്ക് പോകും. അപ്പൊ അതിനു മുമ്പ് ഇവര് എവിടെയാണ് ഉണ്ടായിരുന്നത്? മുംബൈയിലാണ്. അവർ മുംബൈയിൽ നിന്ന് പറിച്ചു നടപ്പെടുന്നു, കൊച്ചിയിലേക്ക്, നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ മുംബൈയിൽ ഒരു നാട് വിടുന്നു. അവരുടെ ഫ്രണ്ട് സർക്കിളും അവരുടെ ആ ഒരു മൊത്തം നെറ്റ്വർക്ക് എല്ലാം വിട്ടിട്ട്, ഫ്രണ്ട്സിനെയും സ്നേഹവും അവിടുത്തെ കുറേ ആളുകളുണ്ടാവും, ബന്ധുക്കളൊക്കെ ഉണ്ടാവും, ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, ഇതെല്ലാം വിട്ടിട്ട് ഇവർ വേറെ സ്ഥലത്തേക്ക് പറിച്ചു നടുകയാണ്. ഇവിടെ പുതിയതായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ ആളുകളെ കണ്ടുപിടിക്കണം, അവിടെ എന്താണ് വാട്ട് ഈസ് ഇൻ സ്റ്റോർ എന്ന് അറിയില്ല. അപ്പോൾ പുതിയൊരു ദിശയിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രതീക്ഷ, പഴയതിനെ വിട്ടുപോകുന്നതിൻ്റെ ഒരു സങ്കടം, ഇതെല്ലാം വേണം. ഒരു ലോങ്ങിങ് ആൻഡ് എ ഹോപ്പ്, ഇത് രണ്ടും വേണം എന്നുള്ളതാണ്. അതിന് ഞാൻ ആലോചിച്ചൊരു മെലങ്കളിക്, കുറച്ചൊരു ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന് ഇന്നേറ്റ് ആയിട്ടൊരു ഒരു ലൈലാകമേ എന്നൊക്കെ പാടുമ്പോൾ അതിനൊരു ഈ ബീറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിനൊരു സങ്കടമുണ്ട്. പൂച്ചൂടുമോ എന്ന് പറയുമ്പോൾ അതിനൊരു ദർ ഇസ് എ വിരഹം സംവേർ. പക്ഷെ ഇറ്റ് കംസ് വിത്ത് അതിൻ്റെ ഒരു മ്യൂസിക് പ്രൊഡക്ഷനും ഒക്കെ വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഡ്രൈവിങ് ഫോർവേഡ്. പിന്നെ ഓഫ് കോഴ്സ് പൃഥ്വിയും ആ ഒരു വിഷ്വൽസ് വാസ് ബ്യൂട്ടിഫുൾ. JK പൊളിച്ചടുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു യാത്ര ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചിത്രീകരിച്ച എൻ്റെ എക്സ്പീരിയൻസിൽ മറ്റൊരു ജേർണി സോങ് ഉണ്ടാവില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് ആളുകൾ ഇങ്ങനെ കണ്ട് എപ്പോഴും നമുക്ക് വിഷ്വൽ എക്സ്പീരിയൻസും കൂടെയാണ് പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ എഡിറ്റ്സും കട്ട്സും എന്തൊക്കെയാണെങ്കിലും അത് ആ പാട്ടിനെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, സോങ് വിഷ്വൽസിനെ ഹെൽപ്പ് ചെയ്തു, വിഷ്വൽസ് സോങ്ങിനെ ഹെൽപ്പ് ചെയ്തു, അങ്ങനെയാണ് അത് പോയത്. മാത്രമല്ല ഇപ്പോൾ ചില പാട്ടുകൾ സിനിമ കണ്ടതിന് ശേഷം പിന്നീട് ഫേവറേറ്റ് ആയിട്ട് മാറുന്ന ചില പാട്ടുകളുണ്ട്. ഈ പറഞ്ഞ വിഷ്വൽസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതെ അതെ അതെ. ഇപ്പോ നാരായണീന്റെ 3 ആൺമക്കൾ എന്ന സിനിമ, അപ്പൊ ഞാനിത് സിനിമ ഞാൻ മുമ്പ് പാട്ട് കേട്ടിട്ടില്ലായിരുന്നു ഇറങ്ങിയ സമയത്ത്. ഞാൻ ഈ സിനിമ കാണുന്ന സമയത്താണ് ഈ പിന്നീട് പാട്ടിനെ കുറിച്ച് അറിയുന്നതും പാട്ട് കേൾക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. വിരൽ തൊടു എന്ന് പറയുന്ന സോങ്, അത് ഭയങ്കര കാമായിട്ടൊരു സൂത്തിങ് ഫീല് നൽകുന്നത്. ഇപ്പം തോമസിന്റെയും ഗാർഗിയുടെയും അവരുടെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നത്, അത് ഇവർക്കിടയിൽ സംസാരിക്കാതെ എന്തോ ഇവർ സംസാരിക്കുന്നുണ്ട് എന്ന് ഫീൽ നൽകുന്ന ഒരു പാട്ടാണ്. അതെങ്ങനെയായിരുന്നു ആ പാട്ടിന്റെ ഒരു ബ്രീഫും കമ്പോസിഷനും ഒക്കെ? അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് പോയട്രിയാണ്. ഇറ്റ്സ് എ പോയം റിട്ടൺ ബൈ ദ ഡയറക്ടേഴ്സ് മദർ, ഉഷ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിന്റെ അമ്മ എഴുതി വെച്ച ഒരു പോയട്രിയാണ്. ഓഫ് കോഴ്സ് പ്രോബബ്ലി ആ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് എഴുതിയതായിരിക്കാം. അപ്പോൾ അതിനടുത്ത് തോന്നി ചേട്ടാ ഇങ്ങനെ ഒരു കവിതയുണ്ട്. പക്ഷേ ഈ കവിതയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഹി വാണ്ടഡ് ടു ഗെറ്റ് റൈറ്റ്സ് ഫോർ രഞ്ജിഷ് ഹി സഹി. രഞ്ജിഷ് ഹി സഹി
ദിൽ ഹി ദുഖാനെ കെ ലിയേ ആ എന്ന് പറഞ്ഞൊരു ഗസൽ ഉണ്ടല്ലോ. ആ ഗസലിന്റെ റെഫറൻസ് ഉണ്ട് ആ സീനിൽ. ആ ഗാർഗിയുടെ ക്യാരക്ടറിനെ അവരുടെ ആ പഴയ ലവർ രഞ്ജിഷ് എന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ നമുക്ക് റൈറ്റ്സ് എടുക്കാൻ പറ്റുകയാണ്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം അങ്ങനെ ഒരു 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 കൾട്ടായിട്ടുള്ളൊരു ഗസലാണ്. അത് റൈറ്റ്സ് ഒന്നും കിട്ടിയാൽ തന്നെ ഇറ്റ് വിൽ ബി വെരി എക്സ്പെൻസീവ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള തോട്ട് ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഐ ഫെൽറ്റ് വൈ നോട്ട് മേക്ക് എ സോങ് വിച്ച് ഫോൾസ് ഇൻ ടു ദാറ്റ് സെയിം സോൺ. അങ്ങനൊരു അപ്പോൾ പറഞ്ഞു ചിലപ്പോൾ ഒരു 40-45 സെക്കൻഡ്സ് അതിൽ പാട്ട് സിനിമയിൽ ഫീച്ചർ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ബട്ട് ദാറ്റ് ഡസൻ മാറ്റർ. നമ്മുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്നതിൽ ഒരു ഉഗ്രൻ തോട്ട് ഉണ്ടെങ്കിൽ അതൊരു 10 സെക്കൻഡ് ആണെങ്കിൽ പോലും പിടിക്കും. നമ്മൾ ആഡുകൾ ചെയ്യുന്ന എത്ര സെക്കൻഡാണ്? 30 സെക്കൻഡിലാണ് ഒരു എൻറ്റയർ ബ്രാൻഡൊക്കെ നമ്മൾ വിൽക്കുക അല്ലേ? അപ്പോൾ 40-45 സെക്കൻഡ്സ് ഇസ് മോർ ദൻ ഇനഫ് ഫോർ ദ സോങ്. അങ്ങനെയാണ് വിരൽ തൊടും ആ ട്രാക്കിലേക്ക് പോലും വന്നത്. പക്ഷേ ആ അമ്മ എഴുതി വെച്ചത് സോ ബ്യൂട്ടിഫുൾ. ആ പോയട്രിയിൽ ഒരു വാക്ക് പോലും മാറ്റിയിട്ടില്ല, ഒരു ലൈൻ പോലും. ഇപ്പോൾ പല്ലവി ചരണം അങ്ങനെ ഒരു ഫോമാറ്റ്, പല്ലവി റിപ്പിറ്റേഷൻ ഒന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, അതിൽ ഒരു ലൈൻ പോലും റെപ്പിറ്റേഷൻ ഇല്ല, ഒരു തുണ്ട് പല്ലവിയോ അങ്ങനെ ഒന്നുമില്ല. ഒരു 3 പാരഗ്രാഫ് എഴുതി വെച്ചിട്ടുണ്ട്, അതങ്ങ് കണ്ടിന്യൂസ്ലി പാടിപ്പോവാണ്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഈവൻ ലാസ്റ്റ് പല്ലവി എന്ന് പറയുന്നത് വേറെ ലിറിക്സാണ്. അപ്പോൾ ഇറ്റ്സ് എ പോയട്രി ആക്ച്വലി. അപ്പോൾ അത് പോയട്രിയുടെ ബ്യൂട്ടി ഉണ്ട്. സി അത് ആ ലിറിക്കൽ ബ്യൂട്ടി പോലും വിരൽ തൊടും ഒക്കെ പറയുമ്പോഴത്തേക്കും അതിനൊരു ദർ ഇസ് നോ റഷ്. അവരുടെ പ്രണയം പോലും വെരി മെച്യൂർ ആൻഡ് വെരി അണ്ടർസ്റ്റാൻഡിങ്. ദർ ഇസ് ഒന്നിനും ഒരു തിരക്കില്ല അല്ലേ? അവർ ദേ ആർ ജസ്റ്റ് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. ആ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. അവിടെ ഇറ്റ് ഇസ് ജസ്റ്റ് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. അത് മാത്രമുള്ള ആ സിനിമയിൽ അവരുടെ ആ റിലേഷൻഷിപ്പ്. അപ്പോൾ ആ റിലേഷൻഷിപ്പിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയത് എങ്ങനെയാണെന്നുള്ളതാണ്. അതിൽ ഇതുപോലും ദ ട്യൂൺ, ദ ഇനീഷ്യൽ ട്യൂൺ ഇസ് വെരി കോൺവെർസേഷണൽ. അതിലിപ്പോൾ നമ്മൾ സംസാരിക്കണല്ലേ, വിരൽ തൊടും നിനം പതുക്കെയാണ് അത് പാട്ടിലേക്ക് സ്ലോലി ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യും, പിന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ബേസ് ഗിറ്റാർ വരും. സ്ലോലി, വെരി സ്ലോലി ആഡിങ് ടു ദ പ്രോസസ് ആൻഡ് ഫൈനലി ഇറ്റ് ബിക്കംസ് ലിറ്റിൽ മോർ ബിഗർ. എന്നാലും നമ്മൾ ഒത്തിരി ബഹളങ്ങളൊന്നും കിട്ടും. ദിസ് ഇസ് വാട്ട് ദിസ് സോങ് നീഡ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ ചോട്ടാ മുംബൈ റിലീസ് വലിയ ഹിറ്റായിട്ട് പോകുന്നു. അൻവർ റഷീദിൻ്റെ കൂടെ വീണ്ടും ഒരു സിനിമയിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അൻവർ വിളിച്ചാൽ ഞാൻ അൻവറെ വിളിക്കൂ. ഓഫ് കോഴ്സ് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഈസ് ഓൾവേസ് എ പ്രോസസ്. അതിന് കുറേ പാരാമീറ്റേഴ്സ് ഒക്കെ ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മളിപ്പോൾ വിളിച്ചില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും, അയ്യോ എന്നെ വിളിച്ചില്ലല്ലോ. ഇപ്പം അങ്ങനെയല്ല, വി അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. നമ്മളുടെ ഇപ്പോൾ ഒരു സിനിമയിൽ വാട്ട് ഈസ് റിക്വയർഡ് ഫ്രം ദ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറേ പാരാമീറ്റേഴ്സ്. നമ്മളും സിനിമയിൽ ഒത്തിരിയോ സിനിമകൾ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ പാരാമീറ്റേഴ്സ്. അവർക്ക് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് അവരുടെ ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യമൊക്കെ ഉണ്ട്. പിന്നെ വർക്കിംഗ് കംഫർട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി അങ്ങനെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ സംഭവിച്ചാൽ ദാറ്റ് വിൽ ബി എ സെലിബ്രേഷൻ. അത് വേറെ ലെവലായിരിക്കും. ഇനി വരാനുള്ള സിനിമകൾ ഏതൊക്കെയാണ്? ഇപ്പൊ തന്നെ എൻ്റെ അടുത്ത് അൻവർ ഇപ്പൊ ഇന്ന് വിളിച്ചു പറഞ്ഞു, എടാ ഇപ്പൊ കിട്ടിയ ദിസ് ഇസ് എ ബിഗ് കരിയർ റീബൂട്ട് ഫോർ യു. ഇവിടെ നിന്ന് നീ ഇത് പിടിച്ച് നീ വേറെ റൂട്ടിലോട്ട് പോകണം എന്നാണ് എനിക്ക് തന്നൊരു അഡ്വൈസ്. അപ്പോൾ ഐ എം ടേക്കിംഗ് ഇറ്റ്. എന്തായാലും രാഹുൽ, താങ്ക് യു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് ഇന്നിങ്സ് വലിയ ശക്തമായി തന്നെ ഉണ്ടാവട്ടെ. ഒരുപാട് ഹിറ്റ് ഗാനങ്ങളും മെലഡികളും ഫാസ്റ്റ് നമ്പേഴ്സും ഒക്കെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.